അപ്പോൾ നമുക്കൊരു ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കണത് കണ്ടാലോ? നമുക്കൊരു കുക്കർക്ക് 3 ഉരുളക്കിഴങ്ങ് നല്ലോണം തൊലി കളഞ്ഞങ്ങാണ്ട് കഴുകി ഇട്ട് പീസാക്കി ഇട്ട് കൊടുക്കുക. ചിക്കൻ ഏലില്ലാത്ത ചിക്കൻ ഇട്ട് കൊടുത്തതേ. അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ചങ്ങാണ്ട് 2 വിസിൽ അടുപ്പത്ത് വെച്ച് വേവിക്കുക. എന്നിട്ട് നമുക്കൊരു 4 സവാള കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചങ്ങാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി അവിടെ കടന്ന് വാടി വരട്ടെ. അപ്പം നമ്മൾ കുക്കറിൽ ഇട്ടെടുത്ത കിഴങ്ങും ചിക്കനൊക്കെ വന്നിക്കണ്. അത് നമുക്ക് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ അതിന് മാറ്റിയിട്ട് ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടച്ചു കൊടുക്കുക. ചിക്കനും തന്നെ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഉടച്ചു കൊടുത്ത് അപ്പോൾ ഇതിന് നമ്മളെ ഉള്ളിയൊക്കെ വാടി വന്നിക്കും. പിന്നെ എനിക്ക് കരിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ 2-3 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം വാടി വന്നിട്ട് നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി അത് നല്ലോണം വാട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സംഭവം കൂടി ഇതൊക്കെ ചേർത്ത് കൊടുക്കണേ, ബിരിയാണി മസാല അതൊരു സ്പൂൺ അതും ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഈ മസാലൻ്റെ പച്ചമണക്ക് മാറി കഴിഞ്ഞിട്ട് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. അതിട്ടുങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത ക്രഷ് ചെയ്തങ്ങാണ്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തുങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കനും കിഴങ്ങും ഉള്ളിയൊക്കെ നല്ലോണം യോജിക്കോളം നല്ലോണം വഴറ്റി കൊടുക്കുക. നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുത്തുകൊണ്ട് 2 മുട്ട പൊട്ടിച്ച് വെക്കുക. ഇനി ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണേ. ഒരു 1/2 സ്പൂൺ മൈദ അതും കൂടി ഇട്ടെടുത്ത് നമുക്കൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. പിന്നെ കുറച്ച് ബ്രെഡും പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് ഉരുളകളാക്കിങ്ങാണ്ട് ഷേപ്പാക്കിങ്ങാണ്ട് മുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ മുക്കുക. അങ്ങനെ ഒരു ഷേപ്പുള്ള എന്തെങ്കിലും അച്ചെടുത്തുങ്ങാണ്ട് അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഒരു കുപ്പിൻ്റെ അടപ്പെടുത്തുങ്ങാണ്ട് അങ്ങനെ ചെയ്താലും മതി. എൻ്റെ അടുത്ത് പിന്നെ ഈ മോൾഡ് ഉണ്ടായിന്, അപ്പോൾ അത് വെച്ചിങ്ങാണ്ട് ഞാൻ ചെയ്തു. ഇത് വെച്ചങ്ങാണ്ട് ചെയ്താലേ നല്ല ഷേപ്പ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മളിതിൻ്റെ ഫുള്ള് ലെങ്ത്തുള്ള വീഡിയോ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് കണ്ടോ സെറ്റ് ആയിക്കണ്. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചങ്ങാണ്ട് എണ്ണ ഒഴിച്ചങ്ങാണ്ട് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ കട്ട്ലേറ്റ് ഇട്ട് കൊടുത്തങ്ങാണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ല ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റുക. നല്ല ക്രിസ്പി നല്ല ഉഷാറുള്ള നല്ല ടേസ്റ്റിയുള്ള കട്ട്ലേറ്റാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുന്നുണ്ട്. താങ്ക് യു.